പക്ഷേ സാൽവ മഹാരാജന്റെ മറുപടി അംബയെ ഞെട്ടിക്കുന്നതായിരുന്നു. അംബ, ഞാൻ സ്വയംവരം വിജയിച്ച് നേടിയ പെണ്ണാണ് നീ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നാൽ അധിക നാൾ നമ്മുടെ ബന്ധത്തിന് ആയുസ് ഉണ്ടായിരുന്നില്ല. ഭീഷ്മ നിന്നെ കൊണ്ടുപോകുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. പൂർണ്ണമായും ഞാൻ ഭീഷ്മയുടെ മുന്നിൽ പരാജയപ്പെട്ടു. ആ ഭീഷ്മ തന്നെ നിന്നെ ഇവിടെ കൊണ്ടുവിടുമ്പോൾ അത് അയാളുടെ ഒരു ഔദാര്യമായാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിന്നെ സ്വീകരിച്ചാൽ എന്റെയും എന്റെ രാജ്യത്തിന്റെയും അഭിമാനത്തിന് അത് കോട്ടം വരുത്തും. നിനക്ക് ഭീഷ്മയുടെ അടുത്തേക്ക് തന്നെ തിരികെ പോകാം. അംബയുടെ ഹൃദയം പൂർണ്ണമായും തകർന്നു. ദേഷ്യവും ദുഃഖവും അവളുടെ ശരീരത്തിൽ മുഴുവനായും പടർന്നു. കൊട്ടാരത്തിന് പുറത്തു നോക്കിയപ്പോൾ ഭീഷ്മ അവിടെ ഉണ്ടായിരുന്നു. അയാൾ എല്ലാം കേട്ടിരുന്നു. വിചിത്രവീരനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം. അംബ വരൂ. ഭീഷ്മ, വിചിത്രവീരനെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പിച്ചതാണ്. ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്നത് താങ്കളെ തന്നെയാണ്, സാക്ഷാൽ ഭീഷ്മയെ. അംബയുടെ ആ മറുപടി ഭീഷ്മയെ ഞെട്ടിച്ചു. അംബ, ഞാൻ ബ്രഹ്മചര്യ വ്രതത്തിൽ ഇരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാത്തതാണോ അതോ മറന്നുപോയതാണോ? മറന്നുപോയതല്ല ഭീഷ്മ. എൻ്റെ ജീവിതം തകർത്ത നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഭീഷ്മ തന്റെ വ്രതം തെറ്റിക്കാൻ തയ്യാറായിരുന്നില്ല. നിരവധി രീതിയിൽ അംബയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അത് അസാധ്യമെന്ന് അയാൾ മനസ്സിലാക്കി. വേറെ വഴിയൊന്നുമില്ല എന്നായപ്പോൾ അയാൾ അംബയെ അവിടെ ഉപേക്ഷിച്ച് തിരികെ പോയി. ആ ദിവസം മുഴുവൻ അംബ ആ നിൽപ്പ് അവിടെ നിന്നു. ഭീഷ്മയോടുള്ള വൈരാഗ്യം അവളിൽ കത്തിയെരിയാൻ തുടങ്ങി. ഭീഷ്മയുടെ മരണം കാണണമെന്ന തീവ്രമായ ആഗ്രഹം അവളിൽ കത്തി. ഭീഷ്മയുടെ മരണം തന്റെ കൈകൊണ്ടാണെന്ന് അംബ ഉറപ്പിച്ചു. ശേഷം അംബ ഭീഷ്മയുടെ ഗുരുവായ പരശുരാമന്റെ അടുക്കലെത്തി. തനിക്കുണ്ടായ ദുരവസ്ഥ പരശുരാമനോട് പറഞ്ഞു. ഗുരുവിന് അംബയുടെ അവസ്ഥ മനസ്സിലായി. ശേഷം പരശുരാമനോട് ഒരു സഹായവും അവൾ ചോദിച്ചു. എന്നാൽ അതിനുള്ള മറുപടി അവളെ ഞെട്ടിച്ചു.